നമുക്കറിയാം ഉറി അതിനുശേഷം നമ്മൾ അതിനൊരു തിരിച്ചടി കൊടുത്തത് 10 ദിവസത്തിന് ശേഷം, അതുപോലെ പുൽവാമയാണെങ്കിൽ 12 ദിവസത്തിന് ശേഷം. ഇപ്പോൾ ഇവിടെ 2 ആഴ്ച ആകുന്നു. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞത് ഇപ്പോൾ താങ്കളൊക്കെ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലേക്ക് ഏറ്റവും ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. 26 പേരെ, അത് എങ്ങനെയാണ് അവരെ കൊല ചെയ്തത്, ആരൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്തതിനപ്പുറത്തേക്ക്, എന്നാൽ അതൊരു യുദ്ധം എന്ന തരത്തിലേക്ക് പോകാതെ അങ്ങനെ ഒരു രീതിയാണോ അവലംബിക്കാൻ പോകുന്നത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് ഗവൺമെന്റിന്റെ ഓഫീസർമാർ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്ക് ഇവിടെ ഇരുന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എന്റെ പരിചയത്തിൽ കൂടെ നോക്കുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് നീങ്ങുകയില്ല. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, എന്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം അതുകൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും വേറെ വരാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന 13ഓളം ചാൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്, പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലത്തിന് കുറവ് വരും. അമേരിക്കയിലെ മൂലധന വിപണിയിൽ, മൂഡീസ് എന്ന് പറയുന്ന മൂലധന വിപണിയിൽ വളരെയധികം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട് അവിടെ. അവർ തന്നെ തീരുമാനിച്ചതാണ്, ഇപ്പോൾ മനസ്സിലായതാണ്, ഇതുകൊണ്ട് ഇന്ത്യക്ക് യാതൊരു കുഴപ്പവും വരില്ല. പക്ഷെ പാകിസ്ഥാന്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ അങ്ങേയറ്റം തളരാനുള്ള സാധ്യതകളുണ്ടെന്ന് മൂഡി ഇന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ലോകം മുഴുവൻ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി വാദിക്കുന്നുണ്ട്, അവർ അന്വേഷിച്ച് കൊണ്ട് നടക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ യുദ്ധം ചെയ്ത് കുറെ മുറിപറ്റിക്കുക എന്നുള്ളത് മാത്രം നമ്മളെ കൊണ്ട് സാധിക്കും, വളരെ വൃത്തിയായിട്ട് സാധിക്കും, പലതും ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനേക്കാളും നല്ല ചോയ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്. ഇപ്പോഴുള്ള പക്ഷെ അവിടെ കൊണ്ടത് അവസാനിപ്പിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഇപ്പോഴുള്ള ചില തയ്യാറെടുപ്പുകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില കൂടിയാലോചനകൾ, ഇപ്പോൾ സൈന്യത്തിന് പൂർണ്ണമായ അധികാരം നൽകിയിരിക്കുന്നു, മുഖാമുഖം ഈ നാവികസേനയുടെ ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. കൂടുതൽ മിസൈലുകൾ വാങ്ങുന്നു റഷ്യയിൽ നിന്നും, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന തരത്തിലേക്കൊരു സ്ട്രാറ്റജിക് വാർ എന്നതിനപ്പുറത്തേക്ക് പോകും എന്നതിന്റെ സൂചനയായി ഇതിനെ കാണാമോ? അതാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും കാണാം, തീർച്ചയായിട്ടും. അത് വളരെ നല്ലൊരു സംഗതി കൂടെയാണ്. അല്ലാതെ യുദ്ധം ചെയ്യുമ്പോഴല്ല നമ്മൾ പോയി മിസൈലൊക്കെ വാങ്ങുക. അതൊക്കെ അതിന്റെ കൂടെ ഉണ്ടാകുന്ന മാത്രം. യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന്. അതിന് കുറച്ചുകൂടെ സമയം കൊടുക്കുന്നു. അതേസമയം ഏത് രാജ്യമാണെങ്കിലും, പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെയുള്ള പുരോഗമിച്ച രാജ്യങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സിലും മനുഷ്യാവകാശത്തിലും ഒക്കെ വളരെ ശ്രദ്ധ ചെലുത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും എന്നും യുദ്ധത്തിന് റെഡിയായിരിക്കും. പക്ഷെ അതിന് നമ്മൾ തയ്യാറെടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. എന്ത് തന്നെയായാലും യുദ്ധത്തിന്റെ അവസ്ഥ വരുമ്പോൾ ആ ഗവൺമെന്റ് തയ്യാറെടുപ്പുകൾ ഞാൻ പല സ്ഥലത്തും പല വിഭാഗത്തിലും ചൈനീസ് യുദ്ധം പോലെ ഞാൻ കാണുന്നുണ്ട്. ഏത് ഗവൺമെന്റ് ആയാലും അതിന് വളരെയധികം ഉത്തരവാദിത്തം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആം ഫോഴ്സസ്. അതായത് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് 3 തരത്തിലുള്ള പട്ടാളങ്ങളാണ്, സൈന്യങ്ങളാണ്. നേവി, ആർമി, എയർഫോഴ്സ് എന്ന് പറയുന്നത് ഈ 3 നമുക്ക് ഇന്ത്യക്കുള്ളത്. അമേരിക്ക 7 ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സൈന്യാധിപന്മാർക്കും സൈന്യങ്ങൾക്കും ചെയ്യാനുള്ള അവർക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുകയാണ് ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത്, സാധാരണ ചെയ്യുന്നത്. ചില സമയത്ത് സംഭവിക്കാറില്ല, അതൊന്നും ഇവിടെ ഉദാഹരണമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള വഴി. ആദ്യമായി ഗവൺമെന്റ് പോയിട്ട് സൈന്യത്തോട് പറയുന്നു, റെഡിയായി ഇരിക്കണം, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്തു തരാമെന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണ്ട മാതിരിയാണ് സൈന്യം യുദ്ധം ചെയ്യേണ്ടത്. രണ്ടാമത്, ഇന്ത്യയിലെ ഈ പ്രാവശ്യം വരാൻ പോകുന്ന യുദ്ധം വരികയാണെങ്കിൽ തന്നെ അത് ഒരു CDS, ഒരു യൂണിഫൈഡ് കമാൻഡ് കൺസെപ്റ്റിലാണ് വരിക. യൂണിഫൈഡ് കമാൻഡ് കൺസെപ്റ്റ് വന്നാൽ പ്രത്യേകമായിട്ട് ആർമി, നേവി, എയർഫോഴ്സ് ഉണ്ടാവില്ല. എല്ലാം കൂടെ ഒന്നായിട്ടുള്ള ഒരു യുദ്ധമാണ് വരാൻ പോകുന്നത്, അമേരിക്ക ഒക്കെ ചെയ്യുന്ന മാതിരി. അപ്പോൾ അവിടെയൊക്കെ പലതും സാധിക്കാനുണ്ട്. വേറെ ഒരു അവസ്ഥ വരുന്നത്, അത് എന്റെ സ്വയം അഭിപ്രായമാണ്, ഞാൻ പല വേദിയിലും ഇത് പറഞ്ഞിട്ടുണ്ട്, യുദ്ധം എന്ന് പറയുന്ന സംഗതി തന്നെ മാറിക്കൊണ്ട് വരികയാണ്. യുദ്ധം എന്ന് പറയുന്നത് അങ്ങോട്ട് കയറി അടിക്കുക എന്നുള്ളതൊന്നും അല്ല. യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ വെടിപൊട്ടിക്കാതെ തന്നെ യുദ്ധം ചെയ്യാൻ സാധിക്കും, മറ്റുള്ള രാജ്യങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും. കഴിഞ്ഞ 71 യുദ്ധത്തിൽ
PNS ഘാസി എന്ന് പറയുന്ന മുങ്ങിക്കപ്പലിനെ എങ്ങനെയാണ് ഇന്ത്യൻ നാവികസേന തകർത്തിയത്? ഒരു വെടി പോലും ഡയറക്റ്റ് ആയിട്ട് പൊട്ടിക്കാതെയാണ്. അങ്ങനെ പല തരത്തിലും നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കും. അതെ പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് യുദ്ധം എന്ന് പറയുന്നത് തന്നെ ഞാനിപ്പോൾ കാര്യമായിട്ട് കാണുന്നില്ല. അത് വളരെ നിസ്സാരമായ സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് വലിയ ഫലങ്ങളൊന്നുമില്ല. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ 13 അവസ്ഥകളിൽ പാകിസ്ഥാൻ പെട്ടത് കഴിഞ്ഞ 12 ദിവസമായിട്ട് പാകിസ്ഥാൻ വളരെയധികം നഷ്ടം അതെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അതാണ് ഇനിയും നടക്കാൻ പോകുന്നത് ഞാൻ അതെ വിശ്വസിക്കുന്നു. അതിന്റെ പ്രതികരണങ്ങൾ എന്താണ് ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതികരണമൊക്കെയാണ് ഏറ്റവും ഒടുവിലായി അവിടുത്തെ പാർലമെന്റിൽ നിന്ന് വന്നിട്ടുള്ളതും.